ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നന്മ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവർ അനേകരാണ്. കരിഞ്ചന്തക്കാർ, കൊള്ളക്കാർ, ഭീകരമായ പലിശ വാങ്ങുന്നവർ, കൊലപാതകികൾ എല്ലാവരും തങ്ങൾ നന്മ ചെയ്യുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഭീകരമായ കൊള്ള നടത്തി അനേകരെ കൊന്നുമുടിച്ച് സമ്പാദിച്ച ശേഷം എവിടെയെങ്കിലും ഒരു ചെറിയ ആതുരാലയം അല്ലെങ്കിൽ ഒരു അനാഥശാല ആരംഭിച്ച ശേഷം തങ്ങൾ ചെയ്യുന്നത് നന്മയാണെന്ന് അവകാശപ്പെടുന്ന അനേകരെ നമുക്കിന്ന് സമൂഹമധ്യേ കാണുവാൻ കഴിയും. Today we see in the society so many who say that they are doing good. They say they do a lot of charitable works, they care for the poor, they work for the upliftment of the poor. You see, in all these things, their claims may be justified to a certain extent by the world. But how do they do it? They gather their money through wickedness. They plunder, they rob, they murder and make money, and then spend a part of it to show to the world they are doing some charity. So they may have orphanages or such institutions, but those are run just to mask their wickedness or their wicked deeds. Saint Paul tells the Galatians that they should not be tired of doing good. So if we are not being tired, then we will receive our harvest of eternal life at the right time. നന്മ ചെയ്യുന്നതിൽ ക്ഷീണിച്ച് നാം മടുത്തു പോകരുത്. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഗലാത്യ ലേഖനം 6:9 ഗലാത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യമാണിത്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. ഈ മടുത്തു പോകരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ പരിഭാഷ നന്മ ചെയ്യുന്നതിൽ നാം ക്ഷീണിച്ചു പോകരുത്. നാം നന്മ ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അനവധിയായ തടസ്സങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നാം നമ്മുടെ നന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയോ ആ പ്രവർത്തനങ്ങൾക്ക് മന്ദത വരുത്തുകയോ ചെയ്യരുതെന്നാണ് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. മടുത്തു പോകരുത് എന്നുള്ള വാക്ക് അതിൻ്റെ മൂലഭാഷയിൽ ക്ഷീണിച്ചു പോകരുതെന്നുകൂടി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ലൗകികമായ പ്രവർത്തനങ്ങളല്ല, പിന്നെയോ ദൈവികമായ പ്രവർത്തനങ്ങളെയാണ് ഇവിടെ നന്മയായിട്ട് വിശേഷിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ we must not become tired of doing good. We will receive an harvest of eternal life at the right time if we do not give up. So the promise is that we will receive an harvest of eternal life. അതായത് നിത്യജീവൻ്റേതായിട്ടുള്ള ഒരു കൊയ്ത്ത് നമുക്ക് ലഭിക്കും, നമ്മൾ തളർന്നു പോകാതെ നന്മ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് തീർച്ചയായും ആത്മീയമായിട്ടുള്ള കാര്യമാണ്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത് എന്ന് പറയുമ്പോൾ ദൈവത്തിനു വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലും പ്രയത്നങ്ങളിലും നാം ക്ഷീണിച്ചു പോകരുത് എന്നതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. തളർന്നു പോകാതെ നന്മ ചെയ്യുകയാണെങ്കിൽ നിത്യജീവൻ എന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ള വാഗ്ദത്തം കൂടി അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വിളി കേട്ട് നാം ഇറങ്ങി തിരിച്ച് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവസ്ഥ. രണ്ട്, നാം സ്വമേധയാ ദൈവത്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു, ദൈവത്തിനു വേണ്ടി വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നു. See, there are two types of commitment
to work for God. The first one is God is calling us, we accept the call, and then we work for God. Secondly, what we see is we just take up mighty missions for the Almighty God. It's not because God has told us, but we ourselves, out of our own free will, take up mighty tasks for the Almighty God to complete it for the glory of God. So, in both these cases, what God expects from us is that we should not become tired of doing what we are committed for God. Whether it be commanded by God or whether we are doing it ourselves for God. In either cases, we have to always see that we are not tired of doing good for the glory of God. That is a very important thing. But in the spiritual run, we see so many start enthusiastically for the Almighty God. But as years roll by, we find them tired and we find them losing the zeal what they had initially. There are so many reasons why many people slow down. They start working for God. The moment we commit ourselves to work for God, Satan also starts working against us. He will try his best to dissuade us, to destroy us from the completion of the mighty task we have undertaken for the Almighty God. ദൈവത്തിന് വേണ്ടിയിട്ട് നാം പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ദൈവവിളി കേട്ട് ആണെങ്കിലോ ദൈവവിളി കേൾക്കാതെ നമ്മുടെ സ്വമേധയാ സമർപ്പണത്തിലൂടെ ആണെങ്കിലോ അതെങ്ങനെയായിരുന്നാലും അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ദൈവത്തിനു വേണ്ടിയുള്ള ദൗത്യങ്ങളെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം പിശാച് അവനെഴുന്നേൽക്കും. ദൈവമക്കളുടേതായിട്ടുള്ള വ്യാപാരങ്ങളിൽ അവൻ ജാഗരൂകനാണ്. അതെ, ദൈവത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുവാൻ, തളർത്തിക്കളയുവാൻ, തകർത്ത് കളയുവാൻ, അങ്ങനെ പ്രവർത്തിക്കുന്നവരെ ക്ഷീണിപ്പിച്ച് കളയുവാനായിട്ട് അവൻ ആവോളം പരിശ്രമിക്കും. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കതിനുവേണം അവൻ മനുഷ്യരെ അനുവദിക്കാതിരിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കും. ദൈവനാമം മനുഷ്യരുടെ മഹത്വപ്പെടുവാൻ ഇടയാകാതെ വണ്ണം അവരെ തളർത്തിക്കളയുവാൻ ശ്രമിക്കും. See, as I was telling you, when we start working for God, for the glory of the Almighty God, whether it be out of our own free voluntary will or if it is because God has told us to do something, commanded us something, in either way, whenever we start our mission for God, remember, Satan also will start his work to destroy our endeavors. He will try his best to destroy whatever we are doing, whatever we have started. So in those times, you have to stand firm, you have to stand steady. And many a time, many fall when such attacks of Satan that come to destroy the work for God. So we can understand these wicked deeds of Satan only by the guidance of the Holy Spirit. Only with the power of the Holy Spirit, only with the strength of the Holy Spirit can we understand such wicked thinking of Satan and destroy him. We find many great goals which were set apart for the Almighty God have been destroyed. Many projects have been destroyed. We find there is dissension everywhere. Satan is very clever to completely cripple the efforts of the people of God to do mighty things for the Almighty God. He comes in various ways. He tries to destroy us physically, spiritually. Yes, he will use fellow men to destroy us. We find one such person
in the book of Nehemiah. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ അവൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ശിഥിലമാക്കുവാൻ പിശാച് എങ്ങനെ പരിശ്രമിക്കുമെന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നെഹമ്യാവ് ശൂഷൻ രാജധാനിയിൽ അർത്തഹഷ്ടാ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. നെഹമ്യാവ് യഹൂദനാണ്, പക്ഷേ അവന് ഒരു വലിയ ഉദ്യോഗമാണ് ലഭിച്ചത്. ശൂഷനിൽ രാജാവിൻ്റെ പാനപാത്രവാഹകനാകുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഒരു ജോലിയാണ്. Nehemiah was a Jew and he was the cupbearer of King Artaxerxes in Shushan. In those days, cupbearer's job was a very great job, very high job, because only those whom are trusted by the king will be made cupbearers. So we find Nehemiah was having a very high position in the palace at Shushan. And one day, some of his brothers came from Jerusalem and told him of the sad state of affairs in Jerusalem. The walls of Jerusalem were broken or were burned down, and the city was desolate. It was not at all safe for the people who had returned from Babylon to Jerusalem. It was a sad state of affairs. And when Nehemiah heard this news, he was very sad. He did not know how he could help his brothers far away in Jerusalem. So he started praying and fasting. He fasted for several days. And finally, the king asked him, "What exactly is wrong with you? You seem to be disturbed these days." And then Nehemiah tells him of the tragic situation in Jerusalem. ശൂഷൻ രാജധാനിയിൽ അർത്തഹഷ്ടാ രാജാവിൻ്റെ പാനപാത്രവാഹകനായി ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന നെഹമ്യാവിനെ കാണുവാൻ അവൻ്റെ സഹോദരങ്ങൾ യെരുശലേമിൽ നിന്ന് ശൂഷൻ രാജധാനിയിലേക്ക് കടന്നു വന്നു. യെരുശലേമിലെ ദാരുണമായ അവസ്ഥയെക്കുറിച്ച് അവരോട് പറഞ്ഞു. നെബൂഖദ്നേസർ രാജാവ് 70 വർഷം മുൻപ് അതിൻ്റെ മതിലുകളൊക്കെ ഇടിച്ച് തീയിട്ട് സമ്പൂർണമായി യെരുശലേം പട്ടണം ചുട്ടുകരിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ്. യാതൊരു സുരക്ഷിതത്വവുമില്ല, അതിൻ്റെ മതിലുകളൊക്കെയും പൊളിഞ്ഞു കിടക്കുകയാണ്. നെഹമ്യാവ് തൻ്റെ സഹോദരന്മാരുടെ ഈ അവസ്ഥ കേട്ടപ്പോൾ അവന് വളരെ സങ്കടമായി. എന്താണ് ഇതിനൊരു പ്രതിവിധി? താനിവിടെ ശൂഷൻ രാജധാനിയിൽ ഉയർന്ന ജോലിയിൽ സുഖലോലുപനായി ജീവിക്കുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ തലസ്ഥാന നഗരിയായ യെരുശലേമിൽ യാതൊരു സുരക്ഷിതത്വമില്ലാതെ തകർന്നടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിൽ കഴിയുന്നതിനെക്കുറിച്ച് നെഹമ്യാവിന് വളരെ ദുഃഖമുണ്ടായി. അവൻ ചില ദിവസങ്ങൾ ഉപവസിച്ചതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒരു ദിവസം അർത്തഹഷ്ടാ രാജാവ് നെഹമ്യാവിനോട്, "നിനക്കേതോ മനോവ്യസനമുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്ന് ആരായുമ്പോൾ നെഹമ്യാവ് തൻ്റെ പിതാക്കന്മാരുടെ നഗരമായ യെരുശലേമിനെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും രാജാവിനോട് വിവരിച്ചു. യെരുശലേമിൻ്റെ മതിലുകൾ വീണ്ടും പണിയുവാൻ വേണ്ട എല്ലാ മുഖാന്തരങ്ങളുമായിട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം രാജാവ് നെഹമ്യാവിനെ അധികാരപ്പെടുത്തി. അങ്ങനെ നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിൽ പണിയുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി യെരുശലേമിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് യഹൂദന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി മതിൽ പണി ആരംഭിച്ചു. വളരെ ഉത്സാഹത്തോടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 തരത്തിലുള്ള ദൈവത്തിനുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന്, ദൈവം ഒരു വ്യക്തിയെ വിളിച്ചിട്ട് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെടുക. 2, സ്വമേധയാ അത്യുന്നതരായ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കായിട്ട് സ്വയം സമർപ്പിച്ച് പ്രവർത്തിക്കുക.
ഇത് ദൈവം അവനോട് നേരിട്ട് സംസാരിച്ചിട്ടല്ല, ഒരു പ്രവാചകനും അവനോട് പറഞ്ഞിട്ടല്ല, ഒരു പ്രവാചകനും അവനൊരു വെളിപ്പാടും നൽകിയിട്ടല്ല. പിന്നെയോ യെരുശലേമിൻ്റേതായിട്ടുള്ള അതിദാരുണമായ അവസ്ഥ കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സ്വയം ഉപവസിച്ച് അവൻ അതിമഹത്തായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ്. രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. എല്ലാവിധമായ സാധന സാമഗ്രികളോടും കൂടെ നെഹെമ്യാവിനെ യെരുശലേമിൻ്റെ മതിൽ പണിയാനായിട്ട് വിടുകയാണ്. അവൻ പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരായുള്ള ശത്രുവിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ അവിചാരിതമായ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നെഹെമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ അവനെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അവരെങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ മതിൽ തകർന്നു വീഴും. ഇതാണ് സൻബല്ലത്തും തോബിയാവും പറയുന്നത്. യഹൂദന്മാരുടെ ശത്രുക്കളാണ്. നെഹെമ്യാവിനെ തൻ്റെ ദൗത്യത്തിൽ നിന്നും തിരിച്ചയക്കുവാൻ തക്കവണ്ണം അവർ പറയുകയാണ്, ഇപ്പോൾ നെഹെമ്യാവ് പണിതുകൊണ്ടിരിക്കുന്ന ഈ കൽമതിൽ ഒരു കുറുക്കൻ കയറി ഓടിയാൽ താഴെ വീണു പോകും. അങ്ങനെ പരിഹാസത്തോടും അതേസമയം തന്നെ ഇവരെ നിരുത്സാഹപ്പെടുത്തുവാനുള്ള ആ വലിയ പരിശ്രമമായും അവരിങ്ങനെ പറയുമ്പോൾ നെഹെമ്യാവ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അവൻ തൻ്റെ പണിയിൽ തന്നോടൊപ്പമുള്ള തൻ്റെ സഹോദരങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ആ 8-ാം വാക്യം വായിക്കുമ്പോൾ യെരുശലേമിനെതിരെ യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും അവർ ഒരുമിച്ച് ഗൂഢാലോചന നടത്തി. ഈ മതിൽ കെട്ടുന്നതിന് എതിർത്ത് പ്രവർത്തിച്ചിരിക്കുന്നവർ ഇസ്രായേൽ മക്കൾക്കെതിരെ ഗൂഢാലോചന നടത്തി മതിൽ പണിയെ തകർക്കുവാൻ തക്കവണ്ണം അവിടെ യുദ്ധം നടത്തുവാൻ തക്കവണ്ണം അവരുടെ മേൽ യുദ്ധം ചെയ്യുവാൻ, അവർക്കെതിരായി യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അവരവിടെ ഗൂഢാലോചന നടത്തുകയാണ്. നെഹെമ്യാവ് പതറുന്നില്ല. ഒരു കയ്യിൽ പണിയായുധവും മറുകയിൽ വാളുമായിട്ട് രാപ്പകൽ നെഹെമ്യാവ് പണി തുടരുകയാണ്. ആദ്യമേ അവരെ ഭീരുക്കളാക്കുവാൻ നോക്കി. അവരുടെ മതിലിന് ബലമില്ല, കുറുക്കൻ പോയാലും അത് വീണു പോകുമെന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുവാൻ നോക്കി. അത് കഴിയാതെ വന്നപ്പോൾ അവർക്കെതിരെ യുദ്ധം നടത്തുവാനായിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. അതിനെ നെഹെമ്യാവ് നേരിട്ടു. മതിൽ പണി പിന്നെ മുൻപോട്ട് പോകുമ്പോൾ 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരമുള്ള സമ്മർദ്ദങ്ങളൊക്കെ വന്നപ്പോൾ പണിതുകൊണ്ടിരുന്ന യഹൂദന്മാർ പറയുകയാണ്, മതിൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല. We find the obstacles created by Satan. When the building of the wall had started, Sanballat and Tobiah, they said, if a fox runs over it, the wall will crash. Nehemiah never bothered about it. He went on building the wall. And then what they did was, they gathered the people and had a conspiracy to fight against the children of Israel. That again was completely thwarted by Nehemiah. He gave all his workers swords. So in one hand they were holding their swords and with the other hand they were working. And in all these circumstances we find the people were disheartened. So he strengthened them and he was trying to go forward. And as the building of the wall had progressed, each time they used to come up with some sort of obstacle to destroy the wall, to stop building the wall. 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഇവർ നെഹെമ്യാവിനെ ആളയിക്കുകയാണ്. എന്താ പറയുന്നത്? അവർ നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നെ കൊല്ലുവാനായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നീ ഓടിപ്പോവുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ദേവാലയത്തിൽ കയറി പതിയിരിക്കുക. അങ്ങനെ നെഹെമ്യാവിനെ നേതൃനിരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പണിക്കാരുടെ ഇടയിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ആ പണിയെ മുടക്കുവാനായിട്ട് വീണ്ടും ശത്രുക്കൾ ശ്രമിക്കുകയാണ്. അവൻ്റെ ജീവന് അപായമാണ് മുൻപിലുള്ളതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നെഹെമ്യാവ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമെന്നാണ് അവർ കരുതിയത്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി നാം ഓരോ മഹത്കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ
ഇതുപോലെയുള്ള അനേകമായ എതിർപ്പുകളെ നമുക്ക് നേരിടേണ്ടി വരും. അതേ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തുച്ഛീകരിച്ചുകൊണ്ട് അത് യാതൊരു വിധത്തിലും പ്രോത്സാഹജനകമല്ല, അഭിമാനകരമല്ല, പിന്നെയോ അതിനെ പരിഹസിച്ചുകൊണ്ട് അനേകർ മുൻപോട്ട് വരും. കുറുക്കൻ ഓടിയാൽ താഴെ വീണു പോകുന്ന ഒരു മതിലെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിസ്സാരമാണെന്നും അത് ആർക്കും പ്രയോജനം ചെയ്യുകയില്ലെന്നും അത് ഏറ്റവും പരിഹാസപൂർണമാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ കടന്നു വരുന്നത്. എന്നാൽ അവൻ്റെ ശബ്ദത്തെ നാം വകവെക്കാതെ മുൻപോട്ട് പോകുമ്പോൾ ഭീഷണിയുമായിട്ട് അവൻ കടന്നു വരും. നെഹെമ്യാവിനെ അവൻ ഭീഷണിപ്പെടുത്തി യെരൂശലേമിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുവാനായിട്ട് കടന്നു വന്നു. യുദ്ധമെങ്കിൽ യുദ്ധം. അപ്പോൾ നെഹെമ്യാവ് തൻ്റെ ജോലിക്കാർക്കെല്ലാം ഒരു കയ്യിൽ വാൾ കൊടുത്തു, മറ്റേ കയ്യിൽ പണിയായുധങ്ങളുമായിട്ട് അവർ പണിയുകയാണ്. ജനമെല്ലാം തളർന്ന് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾക്ക് തളർന്നപ്പോഴും നെഹെമ്യാവ് തളരാതെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. നമ്മുടെ ജീവൻ തന്നെ ഒടുക്കുവാനായിട്ട് ശത്രു പരിശ്രമിക്കും, അവനെല്ലാം കെണികൾ ഒരുക്കും. അങ്ങനെ നമ്മളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നെഹെമ്യാവിനെ പോലെ അചഞ്ചലനായി നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ 6:15 നാം വായിക്കുന്നുണ്ട്, ഇങ്ങനെ 52 ദിവസം കൊണ്ട് മതിൽ പണിത് പൂർത്തിയാക്കി. നെഹെമ്യാവ് ആരംഭിച്ച ആ മതിൽ പണി, യെരൂശലേമിൻ്റെ മതിലിൻ്റെ പണി 52 ദിവസം കൊണ്ട് പൂർത്തിയാക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ദൗത്യങ്ങൾ നാം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നാം ക്ഷീണിച്ചു പോകരുത്. നിത്യജീവൻ എന്ന വലിയ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ക്ഷീണിച്ചു പോകാതെ ദൈവത്തിനു വേണ്ടി ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ, ആത്മീയ യാത്രയിൽ അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഈ സമയത്തിനടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടത്തേക്ക് വേണ്ടി അതിമഹത്തായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കതിനോണം ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ, ദൗത്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും പിശാച് അതിനെ തകർക്കുവാൻ തക്കതിനോണം, ഞങ്ങളെ തളർത്തുവാൻ തക്കവണ്ണം, ഞങ്ങളെ ക്ഷീണിപ്പിക്കുവാൻ തക്കതിനോണം കർത്താവ് പല തന്ത്രങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അവയെ ചെറുത്ത് തോൽപ്പിച്ച് നെഹെമ്യാവിനെ പോലെ 52 ദിവസം കൊണ്ട് മതിൽ പണിത പ്രകാരം ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ കൃത്യസമയത്ത് പൂർണ്ണമാക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.